ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ന്യൂസ് ചാനൽ നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ അകത്തും വരെ വെളുപ്പിക്കൽ നാടകങ്ങൾ കാണുന്നു. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ന്യൂസ് 18 എന്ന് പറഞ്ഞ ചാനലിലാണ് ഇത്. ഈ ന്യൂസ് 18 ഇത് കണ്ടോടെ ഇപ്പോൾ നിങ്ങൾക്ക് പരിപാടി. ഓക്കെ, എന്തായാലും വെളുപ്പിക്കൽ നടക്കട്ടെ. വെളുപ്പിക്കൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അത് വെളുപ്പിക്കലിൻ്റെ പ്രധാന കണ്ണി എന്ന് പറയുന്നത് കൂട്ടുകാരിയായ നാദിറ മെഹറിനാണ്. എല്ലാവർക്കും നാദിറ എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ. കുറേ പേർക്ക് ഭൂരിപക്ഷ ആൾക്കാർക്കും നജീബ് എന്ന് പറഞ്ഞാൽ മാത്രമേ അവനെ അറിയാമൂ. ഓക്കെ, ബാക്കിയുള്ളവർക്ക് നാദിറ മെഹറിൻ എന്ന് പറഞ്ഞാൽ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. പിന്നെ അത് ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതേ ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റൻ്റായ ദിയാസന, അതായത് ഇവർ തമ്മിൽ ചങ്കും ചങ്കുമാണ്. ഈ ചങ്കും ചങ്കും കൂടെ വന്നിരുന്നിട്ട് അതായത് ദിയാസനെ വെളുപ്പിക്കണം, അതിനുള്ള തത്രപ്പാടാണ്. ഇപ്പം എന്തായാലും മനസ്സിലായി, ഇത് കൺഫേം ചെയ്യാം. ഓക്കെ, അമ്മ അതിന് വെളുപ്പിക്കലാണ്. കാരണം ഒന്ന് ഫേക്ക് ഡോക്യുമെൻ്റ് കൊണ്ടുവന്ന് ചീറ്റിപ്പോയി. ടെസ്റ്റ് നടത്താൻ പറയുന്നു, MDMA അടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ദിയാസന. അത് ടെസ്റ്റ് നടത്താൻ പറയുന്നുണ്ട്. ദിയാസന ഒരു കൊന്ന ചെയ്യത്തില്ല. ഓക്കെ, അതിന് പകരം ദിയാസന ഇതേ കണക്കുള്ള ഓരോ സാമാനങ്ങളോട്ട് വരെയണം വെളുപ്പിക്കാൻ, സ്വയം വെളുപ്പിക്കാൻ. ഓക്കെ, കുഴപ്പമില്ല, സ്വയം വെളുപ്പിക്കട്ടെ, അതൊന്നും പ്രശ്നമില്ല. എനിക്കൊരൊറ്റ ചോദ്യം ചോദിക്കാനുള്ളത് ഇതിൻ്റെ അകത്ത്. നിങ്ങളുടെ തന്നെ ഈ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഭാഗം ഞാൻ ഒന്ന് കേൾപ്പിക്കാം. നിങ്ങൾ പോക്സോ കേസിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ, നമുക്കൊന്ന് കേൾക്കാം. ഒക്കെ നിലനിൽക്കുന്ന സമയത്താണ് വലിയൊരു ഗുരുതരമായ മറ്റൊരു വിഷയത്തെ പറ്റി നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത്. ഈ പറഞ്ഞത് ഒരു 2 മാസങ്ങൾക്ക് മുൻപാണെന്ന് തോന്നുന്നു, സജിന ഈ പറഞ്ഞ പോലെ ഫിറോസ് ഖാനെതിരെ ഒരു അലിഗേഷൻ പറയുകയാണ്. എന്ന് പറയുമ്പോൾ ഒരു പോക്സോ കേസ്, 16 വയസ്സുള്ള പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നത് സജിന സോഷ്യൽ മീഡിയയിലൂടെ പുറത്തേക്ക് ഇവര് രണ്ടുപേരും, ഈ പറഞ്ഞ പോക്സോയിൽപ്പെട്ട പെൺകുട്ടിയും ഇല്ലെങ്കിൽ സജിനയും നടത്തിയിട്ടുള്ള സംഭാഷണം ഒരു പക്ഷെ സാമൂഹ്യ മാധ്യമങ്ങൾ ഇങ്ങനെ ഡയലോഗ്, അതായത് നാദിറ മെഹ്റിൻ എന്ന് പറയുന്നത് നജീബിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേട്ടത്. നജീബാണ് ഇരുന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ന്യൂസ് 18കാരൊക്കെ ഈ ഇങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ചെടുത്ത് വെളുപ്പിക്കാനാണോ നിങ്ങളുടേതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇതൊരു വെളുപ്പിക്കലാണ് എന്നുള്ളതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ പോക്സോ കേസ് പറയുന്നുണ്ടല്ലോ, പോക്സോ കേസ് 2 മാസം മുന്നേ ഉള്ളതാണെന്ന് ഇവരൊക്കെ അറിയാം. വേറെ ആരൊക്കെ അറിഞ്ഞുകൂടായിരുന്നോ എന്തോ, പക്ഷെ അവരൊക്കെ ഇപ്പോൾ അറിയാം. കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് 2 മാസം മുന്നേ ഉള്ളതാണ് എന്ന് ഈ ആങ്കർ തന്നെ പറയുന്നുണ്ട്. അതായത് ദിയാസനയുടെ കൂട്ടുകാരിയായ നാദിറ പറയുന്നുണ്ട്. ഓക്കെ, ബാക്കി കേൾക്കാം നമുക്ക്. എല്ലായിടത്തും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ടത് മാസങ്ങൾക്ക് മുൻപാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെ മാസങ്ങൾക്ക് മുമ്പ് സജിനയ്ക്ക് ഈ വിഷയം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, സജിനയ്ക്ക് നമ്മുടെ ഈ സമൂഹത്തോട് ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് വിഷയം റിപ്പോർട്ട് ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനിലായിരുന്നു. അല്ലാതെ ഈ റെക്കോർഡ് ചെയ്തിട്ട് അത് മറ്റുള്ളവരെ കേൾപ്പിക്കാൻ പോലീസ് സ്റ്റേഷനിലായിരുന്നു. റെക്കോർഡ് ചെയ്തിട്ട് മറ്റുള്ളവരെ കേൾപ്പിക്കേണ്ട ആവശ്യമില്ല, പോലീസ് സ്റ്റേഷനിലായിരുന്നു. ഓക്കെ, എന്നുള്ളതല്ല. അങ്ങനത്തെ ഒരു റെസ്പോൺസിബിലിറ്റി സജിന കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അത് സജിനയുടെ കയ്യിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത്, സജിന പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ ഇത് പുറത്തു പോകില്ല എന്ന് ഉറപ്പ് കൂടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിശ്വാസ വഞ്ചന കൂടി അതിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പരസ്പരം സംസാരിച്ച ഒരു റെക്കോർഡ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതൊരു പോക്സോ വിഷയമാണ്. എന്തുകൊണ്ട് സജിന ആ വിഷയം മനസ്സിലാക്കിയിട്ട് ചിരിച്ചോണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. വീഡിയോ എനിക്ക് കാണിക്കാം, ഇനി അവന്മാരിട്ട് സ്ട്രൈക്ക് അടിച്ചാലോ എന്ന് വെച്ച് അതുകൊണ്ടാണ് വീഡിയോ അങ്ങനെ കാണിക്കാത്ത കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് എനിക്ക് സ്ട്രൈക്ക് മാറ്റാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ്, അതുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്ത. പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. മാത്രമല്ല, ആ ക്രൈമിന്റെ ഭാഗമായിട്ട് കൂടെ നിന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ വിഷയം പലപ്പോഴും ഇവിടുത്തെ സിസ്റ്റം അത് ഏറ്റെടുത്തിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ എന്തുകൊണ്ടായിരിക്കാം ഒരു സിസ്റ്റം ഏറ്റെടുക്കാതെ പോയത്? പ്രത്യേകിച്ച് വലിയൊരു ഗുരുതരമായ വിഷയമാണ് പോക്സോ വിഷയം എന്നുള്ളത്. അതെ ദിയാസന അതെ പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെ കേൾക്കുന്നുണ്ടായിരിക്കും. അതെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ദിയാസനോട് കേൾക്കണമല്ലോ. ഇത് എനിക്കുള്ളൊരു ചോദ്യം തന്നെയാണ്. കാരണം 2 മാസം മുമ്പ് ഇവർ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ആ വീഡിയോകളൊക്കെ പിൻവലിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അപ്പൊ ആ സമയത്തെ സജിന അറിഞ്ഞിരിക്കുന്നു BNS ആക്ട് പ്രകാരം ഇത് ശിക്ഷാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ അത് റിപ്പോർട്ട്
അതായത് ദിയാസനം അങ്ങനെ ഭയങ്കര ഭവ്യതയോടെ ഇരുന്ന് പറയുന്നു റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഞാൻ ദിയാസനയ്ക്ക് വേറൊരു വോയിസ് കേൾപ്പിച്ചു തരാം. സജിന ഇതൊക്കെ പറഞ്ഞാണല്ലോ, അപ്പം നമുക്ക് വേറൊരു വോയിസ് കൂടെ കേൾക്കണമല്ലോ അല്ലേ? അപ്പം നമുക്ക് ആ വോയിസ് കൂടെ ഒന്ന് കേട്ടാലോ. സജിന അല്ല, ദിയാസനയും നാദിറ മെഹറിനും കൂടെ ആ വോയിസ് ഒന്ന് കേൾക്കും. ഈ വോയിസ് ആരുടെയാണെന്ന് അറിയാവോ? സജിനയും ഫിറോസും കൂടെ സംസാരിക്കുന്നതാണ്. ഓക്കെ, ഞാൻ പറയുന്നത് വേറെ ആർക്കെങ്കിലും ചോദിച്ചോ, ഇത് ഞാൻ വീണ്ടും എടുത്തിങ്ങനെയാണ് ഇതെന്ന് പറയുമ്പോൾ ഒരു വീഡിയോ ചെല്ലുക വീണ്ടും ഇതൊരു ഊമക്കത്തായിരുന്നു, ആ സാധനം ഇൻവാൽവഡ് ആയിരുന്നു എന്നുള്ള സാധനം ഞാൻ പറഞ്ഞു. ഇത് ആരെങ്കിലും കുത്തിപ്പൊക്കി ആ സാധനം അങ്ങനെയാണെന്ന് പറഞ്ഞ് വീണ്ടും കുത്തിപ്പൊക്കാൻ പറ്റില്ല. നീ അല്ലാതെ കുത്തിപ്പൊക്കാൻ പറ്റില്ല. നീ അല്ലാതെ ലോകത്ത് വേറെ ആരൊക്കെ കുത്തിപ്പൊക്കാൻ പറ്റില്ല. മനസ്സിലാക്കിയിട്ടു. ഇത് ദിയക്കറിയാം, ഈ കാര്യങ്ങളൊക്കെ ദിയക്കറിയാം. അപ്പൊ ദിയാസന, അപ്പൊ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കാൻ പറ്റത്തില്ലായിരുന്ന? പോലീസ് സ്റ്റേഷനിൽ അറിയിപ്പിക്കാൻ പറ്റത്തില്ലായിരുന്ന? നിങ്ങൾക്ക് സമൂഹത്തോട് മറ്റെന്താണ് കടപ്പാടില്ലേ? അപ്പൊ നാദിറ മെഹറിനെ ഇതും കൂടെ പോയി ചർച്ച ചെയ്യുന്ന ആളായിരുന്നുണ്ട് കേട്ടാ. വെളുപ്പിക്കാം, പക്ഷെ ഒരുമാതിരി ചെയ്യരുത്. അപ്പം നീയൊക്കെ എല്ലാം കൂടെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വോയിസ് നീയൊക്കെ 2 മാസം മുന്നേ കേട്ടിട്ടുണ്ടെങ്കിൽ ആ 2 മാസം മുന്നേ നീയൊക്കെ എല്ലാവണ്ണം കേട്ടിട്ടുണ്ട്. അതിലൊന്നും ഒരു സംശയവും വേണ്ട. ഇതിലിനി വെളുപ്പിക്കാനായിട്ട് ഇറങ്ങല്ലേ എല്ലാവണ്ണം കൂടെ. അപ്പൊ ഇത് സജിന പറയുന്നത്, ഇത് സജിനയ്ക്ക് അവിടെ പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഇത് ദിയക്കറിയാം എന്ന് സജിന കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ സറൗണ്ടിങ് എന്റെ ഫ്രണ്ട്സുകൾക്കൊക്കെ അറിയാം. ആളുടെ കയ്യിൽ തന്നെ ഈ ഇതിന്റെ വോയിസ് റെക്കോർഡും ഈ കൊച്ചിന്റെ വോയിസ് റെക്കോർഡും ഉണ്ടെന്ന് എന്താ ഉറപ്പ്? അതായത് സജിനയെ ചുറ്റിപ്പറ്റിക്കുന്ന എല്ലാവരുടെ കയ്യിലും ഈ വോയിസ് റെക്കോർഡ് ഉണ്ട്. സജിനയുടെ ചുറ്റിപ്പറ്റിക്കുന്ന എല്ലാത്തിൻ്റെയും കയ്യിലും ഈ സംഭവം അറിയാം കേട്ടാ. അപ്പൊ 2 മാസം മുന്നേ ഈ വോയിസ് വന്നപ്പോഴേ, അല്ലെങ്കിൽ 2 മാസം മുന്നേ ഉള്ള എന്തെങ്കിലും കുന്തത്തില് നിങ്ങൾക്ക് എല്ലാത്തിനും അറിയാം. ആ ചോദ്യം ചോദിക്കുന്ന നാദിറ മെഹറിന് ഉൾപ്പെടെ ഉള്ളവർക്ക് അറിയാന്നുള്ളത് എനിക്ക് തോന്നുന്നത്. കാരണം ചങ്കും കൂടെ ഇരുന്നല്ലേ ഭയങ്കര ഇപ്പൊ ഇത് വെളുപ്പിക്കാൻ നോക്കുന്ന. അപ്പോഴത്തേക്ക് ചങ്ക് എന്തായാലും ചങ്കിന്റെ അടുത്ത് പറഞ്ഞു കാണുമല്ലേ. അപ്പൊ വെറുതെ ആൾക്കാരെ വന്നിരുന്ന് മറ്റേ വലിപ്പിക്കാൻ നോക്കരുത്. ഇതണക്കുള്ള ഓരോരോ സാധനങ്ങൾ നീയൊക്കെ തന്നെ ഈ മറ്റേ കുന്തത്തിലോ പറഞ്ഞിട്ടിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് നീ ആദ്യം മറ്റേ ഫേക്ക് ഡോക്യുമെന്റ് ആയിട്ട് വന്നപ്പോ ഫേക്ക് ഡോക്യുമെന്റ് പൊളിഞ്ഞ് പണ്ടാരം അടങ്ങിയത് നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായി അത് ഫേക്ക് ആണെന്നുള്ളത്. അപ്പോഴ് അടുത്ത എനിക്ക് ന്യൂസ് ചാനലിൽ കൂടെ പോയിരുന്നെന്ന് വെളുത്താലോ, എനിക്ക് കുറെ പേര് ഞാൻ ശുദ്ധയാണെന്ന് വിചാരിക്കട്ടെ, അതായിരിക്കും ഉദ്ദേശം. സജിന തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അവളുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്ക് മൊത്തം ഈ കഥ അറിയാം. പല ആൾക്കാരുടെ കയ്യിലും അതിന്റെ വോയിസ് ക്ലിപ്പുണ്ട്. ദിയാസനയ്ക്ക് അറിയാം. ദിയാസന എന്ന് പറഞ്ഞ പേര് തന്നെയാണ് പറഞ്ഞത് കേട്ടാ. ദിയാസന ഉൾപ്പെടെ ഉള്ളവർക്ക് അറിയാം. അതുകൊണ്ട് ദിയാസനയൊക്കെ വന്നിരുന്നിട്ട് ന്യൂസ് ചാനലിൽ കയറിയിരുന്ന് മറ്റേ ഫ്രണ്ട് മറ്റേ ഒരു ന്യൂസ് ചാനലിന്റെ ആങ്കറാണ്, അതുകൊണ്ട് ഞാൻ അതിലിരുന്ന് വെളുത്തേക്കാം, അതുകൊണ്ട് എനിക്ക് ഞാൻ മറ്റേ പാവത്തിന് കണക്കിരുന്ന് അങ്ങനെ അത് പോലീസിൽ അറിയിക്കണമായിരുന്നു. പോലീസിൽ അറിയിച്ചാൽ എനിക്ക് അല്ലെങ്കിൽ സമൂഹത്തോടൊരു പ്രതിബദ്ധതയില്ല. അല്ല നാദിറേ, നിങ്ങൾക്കൊക്കെ അറിയായിരുന്നല്ലോ, നിങ്ങളെ ഫ്രണ്ടിന് അറിയായിരുന്നല്ലോ, എന്തേ ചോദിക്കാത്ത പ്രതിബദ്ധത ഇല്ലേന്ന്? നാളെ ചോദിക്കുമ്പോൾ ചോദിച്ചു നോക്ക്. പുതിയ കഥയായിട്ട് വന്നു കഴിഞ്ഞാൽ അതും പൊളിഞ്ഞു പോകും കേട്ടാ. അപ്പൊ ഇതിനെ ചുറ്റിപ്പറ്റി ഇനി അടുത്ത കഥയായിട്ട് വരാൻ നിൽക്കണ്ട. അപ്പൊ നിങ്ങള് ഈ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരെല്ലാം കൂടെ ചേർന്ന്, അതായത് ആ വൃത്തികെട്ട യൂണിവേഴ്സ് ഉണ്ടല്ലോ, ആ വൃത്തികെട്ട യൂണിവേഴ്സിലുള്ള എല്ലാ എണ്ണം അതിപ്പം ഞാൻ പറയുന്നില്ല, ചില TV ചാനലിലെ ആങ്കർമാർ ഉൾപ്പെടെ കാണുമായിരിക്കും ആ യൂണിവേഴ്സിൽ. അത് നമുക്ക് പിന്നെ വഴിയെ അറിയാൻ പറ്റുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാണുമായിരിക്കും കേട്ടോ, കാണുമായിരിക്കും ആ യൂണിവേഴ്സിൽ.
അപ്പൊ ആ യൂണിവേഴ്സിൽ ഇങ്ങനെ പെട്ട ഇതിന്റെ അകത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മയക്കുമരുന്ന്, ആ വിഹിതം, പിന്നെ പെൺവാണിഭം, പിന്നെ സ്വർണ്ണക്കള്ളക്കടത്ത്, അങ്ങനെ എന്തൊക്കെ ഈ രാജ്യത്ത് ചെയ്തുകൂടാ, തെറ്റാണ്, ഈ രാജ്യദ്രോഹമാണെന്ന് പറയുന്ന സാധനങ്ങൾ മൊത്തം നിങ്ങളെ ആ യൂണിവേഴ്സിൽ നിങ്ങളത് ഒരുമിച്ച് ചെയ്ത്, എന്നിട്ട് എല്ലാം കൂടെ അടിച്ച് പിരിഞ്ഞപ്പോൾ ഓരോരുത്തർ വന്ന് ഓരോരുത്തരുടെ കഥ പറയുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പൊ ബൈ. ഇനിയെങ്കിലും കേട്ടു വെച്ചോ. ദിയാസനം മറ്റേ ഇതിൻ്റെ അകത്ത് കയറിയിരുന്ന് വെളുപ്പിക്കാൻ നടക്കല്ലേ കേട്ടാ. വെളുപ്പിക്കാൻ നടക്കണ്ട കേട്ടാ. നിങ്ങൾക്കും അറിയാം. കുത്തിപ്പൊക്കാണ്ടെങ്കിൽ നിങ്ങൾക്കും കുത്തിപ്പൊക്കാന്ന് സജിന പറയുന്നുണ്ട്. സജിനയുടെ മാത്രമല്ല വോയിസ് ഉള്ളത്. നിങ്ങൾക്ക് എല്ലാത്തിനും കഥ അറിയാം. അപ്പൊ നിങ്ങളെല്ലാം മുക്കി വെച്ച് ഒരു പോക്സോ കേസ് മുക്കാൻ നോക്കി. എന്തിനു മുക്കാൻ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒരേ സംഘടനയിലെ ആൾക്കാരാണ്. ഫിറോസ് ഖാൻ സംഘടനയിലാണ്, ദിയാസന സംഘടനയിലാണ്, ഇത് ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ സംഘടനയിലാണ്. അപ്പോൾ മൂടേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. അല്ലാതെ നിങ്ങൾ ബാക്കിയുള്ള മറ്റേ സാമൂഹ്യ പ്രവർത്തക അങ്ങനെയുള്ള ടാബൊന്നും എടുത്ത് അണിയണ്ട. ടാബല്ല, ടാഗ് ഒന്നും എടുത്ത് അണിയണ്ട. കാരണം നിങ്ങളെല്ലാം ഇതിൽ പങ്കാളികളാണ്. ഇത് മറച്ചു വെക്കാൻ നിങ്ങളെല്ലാം പങ്കാളികളാണ്. അതുകൊണ്ട് വെറുതെ ഇനി ആരും വെളുപ്പിക്കാനായിട്ട് ദയവ് ചെയ്ത് ഇറങ്ങരുത്. ഒരു അഭ്യർത്ഥനയാണ്. നീയൊക്കെ എന്തായാലും നാറി. ഇനിയെങ്കിലും ഇതുകൊണ്ട് നീയൊക്കെ തന്നെ കൂടി കേസ് കൊടുക്കും. അറ്റ്ലീസ്റ്റ് ഫിറോസ് അണ്ണനെങ്കിലും പിടിച്ചകത്തിടട്ടെ കേട്ടാ. പിന്നെ ടെസ്റ്റ് എടുക്കാൻ പറയുന്നില്ല. കാരണം എടുക്കൂല എന്നുള്ളത് 100% ഉറപ്പാണ്. ടെസ്റ്റ് ഒരു കാരണവശാലും എടുക്കൂല. കാരണം എന്താ? കാരണം ഞാൻ പറയുന്നില്ല, പക്ഷെ എടുക്കൂല. എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഖുദാ ഹവ. പിന്നെ നാദിറ ചേച്ചി ആണെങ്കിൽ അങ്ങ് വിളപ്പിക്കാനായിട്ടാണ് ന്യൂസ് ചാനൽ ആങ്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മാതിരി തെമ്മാടിത്തരം ചെയ്യുന്ന ആൾക്കാരെ എല്ലാത്തിനും വിളിച്ചെടുത്ത് വെളുപ്പിക്കലാണ് അടേ. നാദിറ മെഹറിനെ അതാണ് പറയുന്നത്. നമ്മള് പാൻറ്റിട്ട് നടന്നാലും സാരി ഉടുത്ത് നടന്നാലും നമ്മൾ എന്ത് ചെയ്യണം? നല്ലോണം കള്ളം പറയാതെ ജീവിക്കണം കേട്ടോ. അത്രേ ഉള്ളു പറയാൻ. അത്യാവശ്യം കള്ളമൊക്കെ പറയാം, പക്ഷെ ഇമാതിരി അപരാധം മൊത്തം കാണിച്ചു വെച്ചിട്ട് അത് വെളുപ്പിക്കാനായിട്ടെങ്കിലും ചേച്ചി ഇറങ്ങല്ലേ. ചേച്ചിയെന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. ചേട്ടന്ന് വിളിക്കാൻ പറ്റുമോ? അതുമില്ല. അപ്പോ ചേട്ടാ ചേച്ചി ഒരുമിച്ച് അങ്ങ് വിളിക്കാൻ. വേറെ വാക്കുകളൊന്നും കണ്ടുപിടിക്കാത്ത കാരണം നമുക്ക് നാദിറ മെഹറിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തോണ്ട്, അതായത് ഇങ്ങനെയുള്ള അപരാധങ്ങൾ വെളുപ്പിക്കാൻ വേണ്ടി ഒരു ന്യൂസ് ചാനൽ തന്നെ ഉപയോഗിച്ചതിന് നന്ദി, നമസ്കാരം, ബൈ.